പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് കാരൽ സംഘത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. സ്ത്രീകളടക്കം 8ഓളം പേർക്ക് പരിക്കുണ്ട്. 10-ലധികം വരുന്ന സംഘം അകാരണമായി ആക്രമിച്ചതായി കാരൽ സംഘത്തിലുള്ളവർ പറയുന്നു. ഞങ്ങളൊരു 10-30 പേരെ ഇൻക്ലൂഡിങ് വിമൻ, ചിൽഡ്രൻ, കൊച്ചുകുട്ടികളും സ്ത്രീകളും പ്രായമുള്ള ആൾക്കാരും ഞങ്ങളുടെ ചേർച്ചിലൊരു മെമ്പറിൻ്റെ വീട്ടിലെ കാരൽ സിംഗിങ്ങിന് വന്നതാണ്. സിംഗിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വലിയൊരു ഗേറ്റ് ക്രാഷിങ്ങും അൺപ്രൊവോക്ഡ് ആയിട്ട് ഒരു 10-12 പേര് വന്ന് ഞങ്ങളെ അടിക്കാൻ ശ്രമിച്ചു. നോ റീസൺസ്. അവർ വളരെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ മതിൽ ചാടി വലിയ ബ്ലോക്ക് എടുത്ത് ആൾക്കാരെ അടിക്കുകയും സ്ത്രീകളെ അടിക്കുകയും ആൻഡ് വളരെ ഫിൽത്തി ഫൗൾ ലാംഗ്വേജ് സംസാരിക്കുകയും. ശ്രീകുമാരാണ് ആ വാർത്തകൾ വെച്ചിരുന്നത്. ശ്രീത്ത്, ഗുഡ് മോർണിംഗ് എന്ന് തന്നെ പറയാം. കൊള്ളാം, ക്രിസ്മസ് ദിനമാണല്ലോ. ഹാപ്പി ക്രിസ്മസ്. എന്തായാലും അവിടെ കേൾക്കുന്ന വാർത്ത, കാണുന്ന ദൃശ്യങ്ങൾ അത്രയല്ല ഒട്ടും ഹാപ്പിയല്ല. ക്രിസ്മസ് ദിനത്തിൽ രാവിലെ കേൾക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ്. 8 പേർക്ക് പരിക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കുറച്ച് സംഘടിതമായ ആക്രമണമാണ്. ആരാണ് പിന്നിൽ? ശ്രീത്ത്. ഹാഷ്മി, എന്തായാലും ഒരു ഹാപ്പി ക്രിസ്മസ് ഇരിക്കട്ടെ. പക്ഷേ ഈ ക്രിസ്മസ് ദിനത്തിൽ അത്ര ഹാപ്പിയായ വാർത്തകളല്ല പുറത്തു വരുന്നത് പത്തനംതിട്ട കുമ്പനാട് നിന്ന്. എന്തായാലും ഈ പത്തനംതിട്ട കുമ്പനാട്ടെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് മാധ്യമങ്ങളിലൂടെ ജനമറിയുന്നത്. കുമ്പനാട് ഒരു വീട്ടിലായിരുന്നു ഈ ഒരു കാരോൾ സിംഗിങ് നടന്നത്. പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരൊരു വലിയ ടീം ഉണ്ടായിരുന്നു. അവരുടെ കാരോൾ സിംഗിങ് നടത്തുകയായിരുന്നു. ഈ സമയത്താണ് മദ്യപിച്ചെത്തിയ ഏതാണ്ട് ഒരു 12ഓളം വരുന്ന സംഘം എന്നാണ് അവർ പറയുന്നത്. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവർ ഈ വീടിന്റെ അകത്തേക്ക് കയറുകയും വലിയ മരക്കഷ്ണവും അതുപോലെ തന്നെ കല്ലുകളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. 3 പേർക്ക് കാര്യമായ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് 8ഓളം പേർക്ക് പൊതുവിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇവരെ എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവരവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. പ്രദേശവാസികൾ തന്നെയാണ് എന്ന് ആണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പോലീസിന് എല്ലാവരെയും കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. കോയിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. സ്വാഭാവികമായി കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ ഇവരുടെ എല്ലാവരുടെയും തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കാരണം എന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമല്ല. എന്തായാലും ഈ ഒരു വീട്ടിലൊരു പ്രാർത്ഥന നടക്കുന്നു, ഒരു കാരോൾ സിംഗിങ് നടക്കുന്നു. ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് കയറി വരുന്നു. ഒരു പ്രകോപനവും ഇല്ലാതെ മരക്കഷ്ണം ഉപയോഗിച്ച് ആക്രമിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ എന്താണ് കാരണം എന്ന് അറിവുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാരൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിന്റെ പാട്ടുകൾ പാടിക്കൊണ്ട് ആൾക്കാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു സംഘമാണല്ലോ എല്ലാ കാരൽ സംഘങ്ങളും. അവർക്കെതിരെ മരക്കഷ്ണം കൊണ്ടൊക്കെ അടിക്കുക എന്നൊക്കെ പറയാൻ നേരത്തെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം നിലനിന്നിരുന്ന സ്ഥലമാണോ? എന്താണ് കാരണം എന്ന് ഇവരോ പോലീസോ പറയുന്നുണ്ടോ? നിലവിൽ പോലീസ് അത്തരത്തിലൊരു വിവരം നമുക്ക് നൽകുന്നില്ല. കാരണം ഇതിനെ ഒരു പ്രാഥമികമായ വിവരം മാത്രമാണ് പോലീസ് ഇതുവരെ എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായി പോലീസിന്റെ ഒരു അന്വേഷണ പരിധിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു? ഇതൊരു വീടാണ്. ഈ വീട്ടിലാണ് പെന്തക്കോസ്റ്റ് സംഘം ഈ ഒരു കാരോൾ സിംഗിങ് ആ വീടിനകത്താണ് നടത്തിയിരുന്നത്. അതാണ് പ്രകോപിപ്പിച്ചത്. ഇനി ഉച്ചത്തിൽ പാട്ട് വെച്ചതാണോ പ്രകോപിപ്പിച്ചത്, അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ അപ്പുറത്തോട്ട് പ്രകോപനത്തിന് പോയോ എന്നതിനെ കുറിച്ചൊന്നുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കാര്യമായ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ടീഷർട്ട് അടക്കം വലിച്ചു കീറുന്നു. കുട്ടികളടക്കം സ്ത്രീകളടക്കമുള്ള ആളുകളെ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്നും നമുക്ക് അത്തരത്തിലുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആഷ്മി, ഉച്ചത്തി പാട്ട് വെച്ചു എന്ന് മരക്കഷ്ണം അടിക്കുകയാണ് ചെയ്യുക. എന്താണെന്നറിയില്ല, അത് പോലീസ് പറയട്ടെ. എന്തായാലും അങ്ങേയറ്റം ക്രിസ്മസ് ദിനത്തിൽ രാവിലെ കേൾക്കേണ്ടി വരുന്ന വാർത്ത അങ്ങേയറ്റം സങ്കടകരമായ, പേടിയുണ്ടാക്കുന്ന വാർത്തയാണ്.